ഡയലെ ഡോക്ടർ ആ സ്കീം ഉദ്ഘാടനം ചെയ്യാനായിട്ട് വിളിച്ചതാണ്. ഡോക്ടറുടെ പേര് ജയസൂര്യ. ഓക്കെ ഓക്കെ, താങ്ക് യു. കേരളത്തിലെ ജനങ്ങൾക്ക് 2 സേവനങ്ങൾ കൂടി ലഭ്യമാക്കുന്ന പരിപാടികൾക്ക് തുടക്കം കുറിക്കുക. ഡയലെ ഡോക്ടർ ആ പദ്ധതി കേരളത്തിലെ ഏതൊരു വ്യക്തിക്കും ഏതു സമയത്തും ഡോക്ടറുടെ വിദഗ്ധ ഉപദേശം ലഭിക്കുന്ന, സേവനം ലഭിക്കുന്ന ഒരു പരിപാടിക്ക് തുടക്കം കുറിക്കുക. ഇന്ന് VIP-കൾക്കും സാമ്പത്തിക സൗകര്യമുള്ളവർക്കും ലഭ്യമാകുന്ന ഒരു സൗകര്യമാണ്. ഏതവസരത്തിൽ വേണമെങ്കിലും അവർക്ക് ഡോക്ടർമാരെ വിളിക്കാം, സേവനം, അവരുടെ ഉപദേശം ചോദിക്കാം, എല്ലാം ലഭിക്കും. പക്ഷേ അങ്ങനെ ഡോക്ടർമാരെ നേരിട്ട് പരിചയമില്ലാത്ത, നേരിട്ട് അതിന് സ്വാതന്ത്ര്യമില്ലാത്ത മുഴുവൻ ആളുകൾക്കും ഈ ഒരു പ്രത്യേക നമ്പറിൽ വിളിച്ച് തങ്ങൾ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പറയാനും അത് സംബന്ധിച്ചിട്ടുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കാനും കിട്ടുന്ന ഒരവസരം, അതൊരു വലിയ കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. നമ്മുടെ ഈ കേരളത്തിൽ ഞാൻ സാധാരണ പറയാറുള്ളതാണ്, ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ലോകത്തെവിടെയും കിട്ടുന്ന ചികിത്സ നമ്മുടെ നാട്ടിൽ ലഭ്യമാണ്. പക്ഷേ അതെല്ലാവർക്കും കിട്ടിത്തുടങ്ങിയിട്ടില്ല, കിട്ടുന്ന സാഹചര്യമില്ല. എല്ലാവർക്കും അത് ലഭിക്കണം, അതാണ് ആഗ്രഹിക്കുന്നത്. അതിലേക്കുള്ള ഓരോ സ്റ്റെപ്പുകളാണ് ഇന്ന് നമ്മൾ എടുത്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലെ ഒരു സുപ്രധാനമായ ഒരു കാൽവെപ്പാണ് ഇത്. അത് ഏറ്റവും ഫലപ്രദമായ നിലയിൽ, ഏറ്റവും പ്രയോജനകരമായ നിലയിൽ അത് ആയിത്തീരട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. ഡോക്ടർമാരുടെ, ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റ് കൗൺസിലർമാരുടെയൊക്കെ പൂർണ്ണമായ സഹകരണമാണ് ഇതിൻ്റെ വിജയത്തെ ആശ്രയിച്ചിരിക്കുന്നത്. ഈ പരിപാടി നടപ്പിലാക്കി അതിൻ്റെ അനുഭവത്തിൽ നിന്ന് ഈ പരിപാടി വീണ്ടും കാര്യക്ഷമമാക്കുന്നതിന് എന്തൊക്കെ നടപടികളാണ് നമ്മൾ സ്വീകരിക്കേണ്ടതെന്ന് അപ്പം ആലോചിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മളിപ്പം ഒരു ആദ്യത്തെ സ്റ്റെപ്പാണ്. ആ സ്റ്റെപ്പ് ഏറ്റവും നല്ല നിലയിൽ നടത്തി അതിൻ്റെ ഫലങ്ങൾ കണ്ട് അതിൽ നിന്ന് പ്രയോജനം കിട്ടുന്നവരുടെ അഭിപ്രായങ്ങൾ കൂടി തേടി നമുക്ക് ഇത് പുതിയ പുതിയ മാർഗങ്ങളിലേക്ക്, പുതിയ പുതിയ മേഖലകളിലേക്ക് മാറ്റുന്ന കാര്യവും ആലോചിക്കേണ്ടി വരും. അത് ഇതിൻ്റെ പ്രവർത്തന ഫലം കൂടി വിലയിരുത്തിയ ശേഷം മാത്രമായിരിക്കും. അതുപോലെ തന്നെ ജീവിതശൈലി രോഗ നിയന്ത്രണത്തിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പുകൾ, കാരണം ഇന്ന് ജീവിതശൈലി രോഗങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് വളരെ കൂടി വരികയാണ്. അപ്പോൾ അതിന് ഒരു രോഗനിർണയ ക്യാമ്പുകളൊക്കെ നടത്തുന്നത് വളരെ പ്രയോജനകരമായിരിക്കും. അതിനുള്ള ഒരവസരം, അതിൻ്റെയും തുടക്കം ഇവിടെ കുറിക്കുകയാണ്. ഈ 2 പരിപാടികളുടെയും ഔപചാരികമായ ഉദ്ഘാടനം ഞാൻ നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു.